ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ജോബ് വാക്കൻസീസ് ഓർ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് പരിചയപ്പെടാം. ഇതിൽ ഫസ്റ്റ് വൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് സിറ്റുവേറ്റഡ് ഇൻ ബാംഗ്ലൂർ നിംഹാൻസിൽ വാക്കിൻ സെലക്ഷനിലൂടെ പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ടാണ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്. അവയുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 years ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ലൈഫ് സയൻസ് പ്ലസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലൈഫ് സയൻസ് ആണ്. സോ ന്യൂറോളജി ഓർ ന്യൂറോ സയൻസ് ഓർ ന്യൂറോ ഇമ്മ്യൂണോളജി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് പ്രൊജക്ട്സിൽ എക്സ്പീരിയൻസ് ഉള്ളത് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ദെൻ മെയിനായിട്ട് ഇവിടെ സാലറി വരുന്നത് 28,000 ആണ്. പ്ലസ് 30% HRA PMM കൂടി അവൈലബിൾ ആണ്. 35 years വരെയുള്ള ആൾക്കാർക്കാണ് ഇവ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഡ്യൂറേഷൻ ഓഫ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 3 years ആണ്. ഒരു ഡ്യൂറേഷൻ ഓഫ് പോസ്റ്റ് ഇനീഷ്യൽ അപ്പോയിൻമെൻറ്റ് 6 monthലോട്ടാണ് വിളിക്കുന്നത്. ആഫ്റ്റർ 6 month പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് 6 monthലോട്ട് റിന്യൂ ചെയ്യാറാണ്. ദെൻ ഇവയുടെ ഡേറ്റ് ആൻഡ് ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 29th June 29th 10:30 ആ വെന്യൂ അനുസരിച്ച് ഇൻ്റർവ്യൂ. ദെൻ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് തിരുവനന്തപുരം സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ ഒരു റിസർച്ച് വാക്കൻസിയിലോട്ടാണ് രണ്ടാമത്തെ പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ ഒരു പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് JRF എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ക്രോസ് സ്പീഷീസ് ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ടു ദ ഹോസ്റ്റ് കൺട്രോൾ ഓഫ് ക്യൂ ഫീവർ എന്ന് പറയുന്ന പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിലോട്ടാണ് വിളിച്ചിട്ടുള്ളത്. ദെൻ ഇവയിൽ വരുന്ന മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് സയൻസിലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് അലോങ് വിത്ത് താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് കൂടി ഈ ഒരു ജോലിയുടെ കൂടെ ആവശ്യമായിട്ട് വരും. അതായത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയുടെ കൂടെ CSIR UGC നെറ്റോ അല്ലെങ്കിൽ ഗേറ്റോ കിട്ടിയ ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മിനിമം ക്വാളിഫിക്കേഷനിൽ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോ അവയുടെ ഏജൻസീസിലോ വരുന്ന ഏതെങ്കിലും നാഷണൽ ലെവൽ എക്സാമിനേഷൻസിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പർ ഓഫ് വാക്കൻസീസ് എന്ന് പറയുന്നത് 1 ആണ്. ഫെലോഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് 37,000 ആണ്. ഒരു വർഷത്തേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. മാക്സിമം 35 ആണ് ഏജ്. ദെൻ ഇവയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിങ്ക് വഴി ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അവർ ആ ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് June 19 വരെയാണ്. സോ അതിനുശേഷം അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തോ കൊടുത്തേക്കാം. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയിലേക്ക് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് പൊസിഷനിലോട്ടാണുള്ളത്. ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മെക്കാനിസ്റ്റ് ആൻഡ് റിസപ്റ്റർ ഇൻസൈറ്റ്സ് ഇൻ ടു പ്രോട്ടീൻ ഡ്രിവൺ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഡിസ്ഫങ്ഷൻ ഇൻ ഓർത്തോഫ്ലാവോ വൈറസ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലേട്ടാണ് ഒരു പ്രൊജക്റ്റ് പൊസിഷനിലോട്ടാണ് വിളിച്ചിട്ടുള്ളത്. ജൂനിയർ റിസർച്ച് ഫെല്ലോ എന്ന് പറയുന്ന പൊസിഷനാണ്. മെയിനായിട്ട് ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബയോടെക്നോളജി, മൈക്രോബയോളജി, life science or in allied areas of biological science with 60% mark and must have qualified either GATE or CSIR UGC NET. സിംഗിൾ പൊസിഷനിലോട്ടാണ് ഈ ഒരു വാക്കൻസി വിളിച്ചിട്ടുള്ളത്. 37,000 ആണ് ഇവയുടെ സാലറി ഡീറ്റെയിൽസ്. 12 month ഓർ 1 year ഡ്യൂറേഷനിലോട്ടാണ് ഈ ഒരു ജോബിലോട്ട് വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ദെൻ ഈ ഒരു വേക്കൻസിയുടെ ഡേറ്റ് എന്ന് പറയുന്നത് 25th June വൈകുന്നേരം 5 മണിക്കുള്ളിലാണ്. ഈ ഒരു ടൈമിനുള്ളിൽ അവരുടെ പ്രിൻസിപ്പാളിൻ്റെ ആ ഒരു ഇമെയിലോട്ട് നിങ്ങളുടെ CV ആൻഡ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്താൽ അവർ ഫെർദർ ആയിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ 29th ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇമെയിൽ അഡ്രസ്സ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്.